പുളിയിഞ്ചി ഉണ്ടാക്കാം. സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വിഭവമാണ് പുളിയിഞ്ചി. ഉപ്പിലിട്ടത് 4 കൂട്ടം വേണമെന്നാണ് പറയുക. അത് പുളിയിഞ്ചി, നാരങ്ങ, നെല്ലിക്ക, കടുമാങ്ങ എന്ത് വേണമെങ്കിൽ ആവാം. പക്ഷേ പുളിയിഞ്ചി മാറില്ല, മറ്റതൊക്കെ മാറി മാറി വരും. പുളിയിഞ്ചിക്ക് നല്ല നിറം കിട്ടണം. അതിന് കറുത്ത പുളിയാണ് ഉപയോഗിക്കുക. നമ്മൾ പഴയ പുളി എടുത്തു വയ്ക്കും പുളിയിഞ്ചിക്ക് വേണ്ടിയിട്ട്. ആ പുളി നല്ലോണം കുതിർത്തി പിഴിഞ്ഞ് നല്ലോണം വെള്ളത്തിൽ വേവിക്കണം. എന്നാലേ പുളി വേവുള്ളൂ. പുളി വെന്താലേ സ്വാദ് വരുള്ളൂ. അപ്പോൾ നല്ലോണം വെള്ളത്തിൽ കുതിർത്തി പിഴിഞ്ഞ് അരിച്ച് വയ്ക്കണം. അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും ചേർക്കുമല്ലോ, അതും ആദ്യം തന്നെ ഇട്ട് പുളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി കിടന്ന് വെന്ത് അതിൻ്റെ എസൻസ് അങ്ങോട്ട് ഇറങ്ങിയാലേ അതിന് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് പുളിയിഞ്ചി ഉണ്ടാക്കാം. പുളിയിഞ്ചിക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ വച്ചേക്കണത്. പുളി 250 ഗ്രാം പുളി, പഴയ പുളി, ഒരു 3/4 കിലോ ശർക്കര, 150 ഗ്രാം പച്ചമുളകും 150 ഗ്രാം ഇഞ്ചിയും ആണ് വച്ചേക്കണത്. അപ്പോൾ നമ്മൾ പുളിയിഞ്ചിക്ക് എടുത്തു വെച്ചതൊക്കെ ആയിട്ടുണ്ട്. പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കലക്കി പിഴിഞ്ഞ് അരിച്ച് ഉരുളിയിലാക്കി. ഇനി നമുക്കത് കത്തിക്കാം. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം. വലിയ സ്പൂണ്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, മുളക് പൊടിയും ചേർക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ഇതിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഇഞ്ചി നമ്മൾ എടുത്ത് വെച്ച ഇഞ്ചി കുരുകുരുന്നനെ അരിഞ്ഞേക്കണതാണ്, അത് ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളകും വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വേവട്ടെ. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ശർക്കര ഇടാം. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി ഒരുവിധമൊക്കെ വെള്ളം കുറുകി വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഇടാം, ഉപ്പും ചേർക്കാം. ശർക്കര നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്നിച്ചിട്ടാൽ അത് മേലേക്ക് തെറിക്കും. ഞാൻ ഓരോന്നായിട്ട് ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉപ്പിടാം. ഉപ്പ് ഞാൻ കൈ കൊണ്ട് ഇടട്ടെ കേട്ടോ, സ്പൂൺ കൊണ്ട് ഇട്ടാൽ അങ്ങോട്ട് മനസ്സിലാവണില്ല. ഏകദേശം മതിയാവും. ഇപ്പം നമ്മുടെ പുളിയിഞ്ചി പാകമായി. എല്ലാം ചേർത്ത് വെന്തു, വെള്ളമൊക്കെ വറ്റി. ഇനി ഇരുന്ന് തണുക്കുമ്പോൾ പാത്രഭാഗം വരിക എന്ന് പറയില്ലേ, അപ്പോൾ അത് നല്ലോണം കുറുകി വരും. ഇപ്പം നമുക്ക് ഓഫ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്തിടാം. പുളിയിഞ്ചിക്ക് വറുത്തിടാൻ വറുത്ത വെളിച്ചെണ്ണ ആയാലും വിരോധമില്ല, പച്ച വെളിച്ചെണ്ണ ആയാലും വിരോധമില്ല. എണ്ണ പറ്റില്ല. അപ്പം ഞാനിത് പച്ച വെളിച്ചെണ്ണ എടുത്തേക്കണേ. അതിലേക്ക് കടുകിടാം. കടുക് നല്ലോണം ആയിക്കോട്ടെ പുളിയിഞ്ചിക്ക്. മുളക് അങ്ങനെ തന്നെ ഇടാം, പൊട്ടിക്കണമെന്നില്ല. ആ പുളിയിഞ്ചിയിൽ ആ മുളക് ഇങ്ങനെ കിടന്നാൽ പിന്നെ ആ മുളക് ഉടയ്ക്കുമ്പോൾ നല്ലൊരു സ്വാദാണ്. പുളിയിഞ്ചിയിലെ മുളകിനൊരു പ്രത്യേക സ്വാദാണ്. ഇതിലേക്ക് കരുവേപ്പില വേണം. കരുവേപ്പിലയൊക്കെ ചൂടായി നമ്മൾ ഇതിലേക്ക് ഇടുക. ഇത്തിരി ഇതിലേക്ക് ഇട്ട് അങ്ങനെയാണ് വറുത്തിടുമ്പോൾ ഒരു സമ്മർദ്ദം. ആ മുളക് അങ്ങനെ തന്നെ അതിൽ കിടക്കണം. എന്നിട്ട് അതിൽ കിടന്നൊക്കെ അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ആ മുളകിലേക്ക് ചേരും. ഇനി ഇതിൽ നമുക്ക് ഒന്ന് ചൂടാറിയാൽ ഉലുവപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ പുളിയിഞ്ചി റെഡിയായി. ഇനി നമുക്കിതിൽ ഉലുവപ്പൊടി ഇടാം. 1 സ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാൻ ഇതിൽ ഇടുന്നത്. 1 സ്പൂൺ ഉലുവപ്പൊടി ഇട്ടു, ഇളക്കി. നമ്മുടെ പുളിയിഞ്ചി റെഡിയായി. എല്ലാം ചേർത്തു. പുളിയിഞ്ചി റെഡി. ഇനി ഒന്ന് തണുക്കുമ്പോൾ പാത്രഭാഗം എന്ന് പറയില്ലേ, അപ്പോൾ നല്ല കുറച്ച് ഇലയിൽ വിളമ്പിയ ഓടിപ്പോവാണ്ട് അവിടെ ഇരിക്കണ പുളിയിഞ്ചിയാവും. അപ്പോൾ ഇങ്ങനെ നിങ്ങളും
ഇതുപോലെ പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കുക. ഓണമൊക്കെ കേമാക്കുക.